തിരക്കാമ്മ? അയ്യോ എന്റെ പൊന്നു മോളെ, പ്രസവമില്ലാത്തോണ്ടേ എനിക്കൊരു ഇച്ചിരി ജോലി കൂടുതലാ. അല്ല, ഈ പ്രതീക്ഷ അവിടെ പോയി? അന്ന് രാവിലെ ആരാ കാണണമെന്ന് പറഞ്ഞു പോയി. അല്ല, നമ്മളെ പിങ്കി മോളെ 2 ഫ്രണ്ട്സ് വന്ന് കണ്ടായിരുന്നു അമ്മ? കൊള്ളാം. കണ്ടോന്നോ? കണ്ടു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഇച്ചിരി പണിയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാ. നല്ല പിള്ളേർ. അയ്യോ, മുത്തും അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുക മോളെ. ബെസ്റ്റ്. അതൊന്നും പറയണ്ട അമ്മ. ഈ മുത്തുണ്ട പിള്ളേരെ ഇഷ്ടമില്ല തോന്നുന്നു. ഞാൻ ചോദിച്ചാൽ പറയില്ലേ എനിക്ക് ഈ പ്രായത്തിലുള്ള പിള്ളേരെ കണ്ടുകൂടാന്ന്. അതെന്തമ്മ? അതേ, അവൻ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഈ പരുവത്തിനുള്ള പിള്ളേർ അവനെ ഓടിച്ചിട്ട് പിടിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യവാ അവൻ ഇപ്പോഴും ഈ സൈസ് പിള്ളേരെ കാണുമ്പോ. അതിന് ആ പിള്ളേരല്ലോ ഈ പിള്ളേര്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു വിരോധം ഒരു പിള്ളേർ സെക്ഷനിലോട്ട് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ ഏത് പിള്ളേരെ കണ്ടാലും ദേഷ്യമായിരിക്കും. എന്റെ പൊന്നുമോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ നീ ജന്മത്തെ നീ വിചാരിക്കണ്ട. നമ്മളെ സമയം പോകത്തേ ഉള്ളൂ. അവനെ അവന്റെ വഴിക്ക് വിട്ടേരെ. ഈ വെള്ളം കുടിക്കണേ. ഞാൻ പോട്ടെ അങ്ങോട്ട്. മുത്തോടൊപ്പം സഹായിക്കട്ടെ. 1 2 3 4. ഇവിടുന്ന് 5 6 7 8. 1 2 3 4 5 6 7 8. അതെന്നെ. അപ്പൊ ഫസ്റ്റ് 1 2 3 4 5 6 7 8. പിന്നെ 1 2 3 4 5 6 7 8. ഓർമ്മയുണ്ടല്ലോ? ഒരുമിച്ച് കളിക്കാം. എങ്ങനെ വെച്ചോ? 1 2 3 കളിക്കണോ നീ? 1 2 3 4. ഓക്കെ. 6 7 8. പിന്നെ പിങ്കി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. പിങ്കിയുടെ അമ്മയുടെ കഴിവാ കിട്ടിയേക്കുന്നത്. ഈ പിള്ളേരുടെ ഒരു കാര്യം. അല്ല, നീ എന്തോ ഇവിടെ ഇങ്ങനെ പൊക്കി പറയുന്നത്? ആ, കഴിവ് മാത്രമല്ല സൗന്ദര്യവും അമ്മയുടെ തന്നെ പിങ്കിക്ക് കിട്ടിയേക്കുന്നത്. പിങ്കിയുടെ അമ്മ ഒരു സന്ദർഭമ്മയല്ലേ? മക്കളെ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. നടക്കട്ടെ. പ്രാക്ടീസ് ചെയ്തോ. ശരി അമ്മ. നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കും അവർക്ക്. ശരി, പഠിപ്പിക്കാം. 1 2 3 4 5 6 7 കറങ്ങി വരുന്ന സ്റ്റെപ്പ് അമ്മ പഠിപ്പിച്ചു തന്നില്ലേ? 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7. നീ അമ്മയെ സൂചിപ്പിക്കാൻ പറഞ്ഞതാണല്ലേ? അതെ, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ആക്കിക്കോളാം. ഒരു പ്രശ്നം കൂടെ സോൾവ് ചെയ്യാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കണം. എന്തുവാടാ ഒക്കെ കണ്ടോ? കൊള്ളാം കൊള്ളാം. ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കൊതിന്നുണയും പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? കൊതിയാണോ? പിന്നെ എന്തോന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജനം പോവും കേട്ടാ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റേജിൽ കയറരുത്. ചെയ്തോണ്ടിരിക്കാ മുത്തോങ്ങളെ. ഇങ്ങനെയാണോ ചെയ്യുന്നത്? കൊതിന്നുണ. ഇങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് മാറേ. അയ്യേ, നിങ്ങൾ എന്തോന്നാണ് പ്രാക്ടീസ് ചെയ്തത്? പറഞ്ഞ ചെയ്താ കളിച്ച് കാണിച്ചു തരുമോ? കാണ്ട് 1 2 3 4 5 6 7 8. ഒരു 7 8 ഇത് ചെയ്യരുത്. അമ്മയുടെ അമ്മമ്മയുടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. ജനം കൂവും, നിങ്ങളെ ഇറക്കി വിടും. കൊച്ചു പിള്ളേരാണ്, മാനം കെടും. നിങ്ങൾക്ക് ഭാവി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയാണെന്ന് പറ്റൂല. പറഞ്ഞ മനസ്സിലായ? പിന്നെ എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും കണ്ട് 1 2 3 4 5 6 7 8. കണ്ട, ഇതിൽ 7ന്റെ ആവശ്യമില്ല. 7 ആണ് മെയിൻ വിഷയം. ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഇതാ ഇങ്ങനെയല്ലേ പിടിക്കുന്നേ? അയ്യോ. 1 2 3 4 5 6 മതി. 7 ഇടരുത്. 1 2 3 4 5 6. അയ്യോ, ഉറപ്പ്. അതാണ് പറഞ്ഞത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അല്ല ചുമ്മാ കിടന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ കിടന്ന് ഇതൊക്കെ ഉണ്ടല്ലേ നമ്മള്. മുത്തുങ്ങളെ പേടിച്ചോയോ? എന്താ പ്രശ്നം? അവിടെ സൂക്ഷിക്കണ പാമ്പാണ്. നോക്കിയോ. റബ്ബർ പാമ്പ് കൊണ്ട് പേടിച്ചു പോയി. അയ്യേ,
നാണക്കേട്. റബ്ബർ അതെ, പാമ്പാ. മതി കളിച്ചത്. ബാ ബാ ഭക്ഷണം കഴിക്കാം. കഴിക്കാം. എപ്പ ഇറങ്ങും താഴെ? ബാ ഇങ്ങ് പോരാ. ഇത് അണ്ണനെ മനഃപൂർവ്വം തന്ന പണിയാണ് കേട്ടാ. പിള്ളേർക്ക് കുറച്ച് സ്നേഹം കാണിക്കാൻ പറയുമ്പോ എന്തുവായിരുന്നു? നിങ്ങക്ക് ഇത് തന്നെ വേണം.